നിങ്ങൾ ഒരു ദിവസം എത്ര പ്രാവശ്യം ശ്വസിക്കുന്നു എന്ന് അറിയാമോ? ഏകദേശം 20,000 പ്രാവശ്യം. പക്ഷേ അതിൽ ഒരു പ്രാവശ്യം പോലും നമുക്ക് ബോധമില്ലാതെ പോകരുത്. അതുകൊണ്ടാണ് സ്ട്രെസ്, BP, ആൻസൈറ്റി, ഷുഗർ കൺട്രോൾ പ്രശ്നങ്ങൾ വരുന്നത്. പക്ഷേ 5 മിനിറ്റ് മാത്രം ശരിയായ രീതിയിൽ ശ്വസിച്ചാൽ നിങ്ങളുടെ ഹൃദയം ശാന്തമാകും, മസ്തിഷ്കം ക്ലാരിറ്റി കിട്ടും, കൂടാതെ എനർജി ലെവൽ ഇരട്ടിയാകും. ഇതാണ് പ്രാണായാമത്തിൻ്റെ ശക്തി. പ്രാണായാമം എന്നാൽ പ്രാണ പ്ലസ് അയാമ എന്നാണ്. പ്രാണ എന്നാൽ ജീവശക്തി, അയാമ എന്നാൽ വിപുലീകരണം, നിയന്ത്രണം. ഇതിന് 3 ഘട്ടങ്ങളുണ്ട്. പ്രധാനമായി പൂരകം ഇൻഹെയിൽ, കുംഭകം റിട്ടൻഷൻ, രേചകം എക്സൈൽ. പതഞ്ജലി മഹർഷി സമാധിപാതയിൽ 40ാമത്തെ സൂക്തമായി പറയുന്നത്, പ്രാണായാമത്തെക്കുറിച്ച് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് തസ്മിൻ സതി ശ്വാസ പ്രശ്വാസ യോർഗതി വിച്ഛേദ പ്രാണായാമ എന്നാണ്. എന്നാൽ പ്രാണായാമത്തെക്കുറിച്ച് അദ്ദേഹം ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇതുപോലെയാണ്: ശ്വാസ പ്രശ്വാസങ്ങളുടെ ഗതിയെ നിയന്ത്രിക്കൽ. ഇത് ശ്വാസം മന്ദഗതിയിൽ മാത്രമല്ല, അതിൻ്റെ ദൈർഘ്യം, ഇടവേള, ഗതി നിയന്ത്രിക്കൽ ആണ്. എന്നാൽ ഘടയോഗ പ്രദീപികയിൽ കൊടുത്തിരിക്കുന്ന ഡെഫിനിഷൻ വായു ശ്വാസം ചലിക്കുമ്പോൾ മനസ്സും ചലിക്കുമെന്നാണ്. ശ്വാസം ചലിക്കുമ്പോൾ മനസ്സും ചലിക്കും, മനസ്സ് ശാന്തമാകുമ്പോൾ ശ്വാസവും ശാന്തമാകും എന്നാണ് അർത്ഥം. ഇത് തന്നെ ഗേരണ്ട സംഹിതയിൽ പ്രാണായാമം നാഡികളെ ശുദ്ധമാക്കുന്ന പ്രക്രിയയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരീരത്തിലെ എനർജി ഫ്ലോ ശരിയാക്കുന്നു എന്നാണ്. ഇതാണ് ഈ 3 ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഡെഫിനിഷൻ. എന്നാൽ മോഡേൺ സയൻസിൽ പ്രാണായാമത്തിൻ്റെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് പാരാസിന്തറ്റിക് ആക്ടിവേറ്റ് ചെയ്യുന്നു, അതുമൂലം വേഗൽ ടോൺ വർധന, കോർട്ടിസോൾ കുറവ്, BP സ്റ്റെബിലൈസേഷൻ ആണ് പറയുന്നത്. വേഗൽ ടോൺ എന്നാൽ ശരീരത്തിലെ പ്രധാന നാഡിയായ വേഗസ് നെർവ് എത്രത്തോളം സജീവമായി പ്രവർത്തിക്കുന്നു എന്നത് സൂചിപ്പിക്കുന്ന ഒരളവാണ്. വേഗൽ നെർവ് നമ്മുടെ പാരാസിന്തറ്റിക് നെർവസ് സിസ്റ്റത്തിൻ്റെ ഒരു പ്രധാന ഭാഗമാണ്. ഇതിലൂടെ നമുക്ക് BP സ്റ്റെബിലൈസ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. കോർട്ടിസോൾ നമ്മുടെ അഡ്രിനൽ ഗ്രന്ഥി പുറപ്പെടുവിക്കുന്ന ഒരു രസമാണ്. അത് ശരീരത്തിൽ ബ്ലഡിൽ കലരുമ്പോഴാണ് നമുക്ക് ടെൻഷനും ഫിയറും എല്ലാം ഉണ്ടാവുന്നത്. ഈ കോർട്ടിസോളിനെ കുറക്കുവാനായിട്ട് പ്രാണായാമത്തിന് സാധിക്കുന്നു എന്നുള്ളതാണ് മോഡേൺ സയൻസിൽ പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ പ്രാണായാമ എന്നാൽ മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഗ്രന്ഥങ്ങളിൽ നിന്നും എല്ലാത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ആശയം. അത് ശരിക്കും ഒരു രഥവും സാരഥിയും പോലെയാണ്. നമ്മുടെ മനസ്സ്, നമുക്കൊരു രഥം മുന്നോട്ട് നീങ്ങണമെങ്കിൽ ഒരു സാരഥിയുടെ ആവശ്യമുണ്ട്. രഥത്തിന് മുന്നോട്ട് നീങ്ങണമെങ്കിൽ സാരഥി വേണം, സാരഥിക്ക് മുന്നോട്ട് നീങ്ങണമെങ്കിൽ രഥവും വേണം എന്ന് പറയുന്ന പോലെയാണ് മനസ്സും നമ്മുടെ വായു പ്രാണനും തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുന്നത്. അപ്പോൾ ഈ പ്രാണനെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുകയാണെങ്കിൽ, ഈ ഗതിയെ ബോധപൂർവം കൺട്രോൾ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ മനസ്സിനെയും നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നു. നമ്മുടെ മാനസികമായിട്ടുള്ള ടെൻഷൻ, ഇതെല്ലാത്തിനും ഒരു ഉപാധി ആണ് പ്രാണായാമം. 2500 വർഷങ്ങൾക്ക് മുമ്പ് പതഞ്ജലി മഹർഷി പറഞ്ഞിരിക്കുന്നതും ഇത് തന്നെയാണ്. നമുക്ക് മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ ഏറ്റവും ഉത്തമം നമ്മുടെ പ്രാണശക്തിയെ കൺട്രോൾ ചെയ്യുക, ബോധപൂർവം കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. നമസ്തേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.